എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അതൊന്നും കാണിക്കാത്തതാണ്. നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അടുക്കളയിൽ വന്നപ്പോഴേക്ക് വേസ്റ്റ് എടുക്കാനായിട്ട് ആ പയ്യൻ വന്ന് അങ്ങനെ വേസ്റ്റൊക്കെ എടുത്ത് കൊടുത്ത് അവിടേക്കൊന്ന് വൃത്തിയാക്കിയൊക്കെ ഇടാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചായ ഇടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മുരളിയുടെ പാലാണ് വാങ്ങിയത്. ഞങ്ങൾ മിക്കവാറും മുരളിയുടെ പാല് കിട്ടുകയാണെങ്കിൽ അത് തന്നെ വാങ്ങും. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുപ്പിയിൽ വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ചിലപ്പോൾ കടയിലൊക്കെ ചെല്ലുമ്പോഴേക്ക് കടക്കാരൻ ചോദിക്കും മുരളിയുടേത് വേണോ മിൽമയുടേത് വേണോ എന്ന്. അപ്പോൾ ചില ആൾക്കാർ അയ്യോ മുരളി വേണ്ട മിൽമ മതി എന്നിങ്ങനെ പറയാറുള്ളത് കേൾക്കാറുണ്ട്. പക്ഷേ എനിക്കത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. മുരളിയുടെ പാല് നല്ലത് തന്നെയാണ്, ഞങ്ങൾ മിക്കവാറും വാങ്ങും, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നലെ വാങ്ങിയപ്പോഴേക്ക് പുതിയൊരു പാക്കറ്റായിരുന്നു. അതിൽ എന്താ ഫാറ്റ് കൂടുതലോ അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ ഈ പാലിൻ്റെ കവർ ശ്രദ്ധിച്ചിട്ടില്ലേ, പലതിലും പല കാര്യം. ഒരു മിൽമയുടെ തന്നെ ഇപ്പോൾ പല വെറൈറ്റി പാലുണ്ട്, കവർ പാലുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ രീതിയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അവിടെ ചായ ഇടാനുള്ള ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി രാമച്ചം ഉണ്ടല്ലോ, രാമച്ചം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കണത് നല്ലതല്ലേ. അപ്പോൾ ഞങ്ങൾ മിക്കവാറും രാമച്ചമാണ് കുടിക്കാറ്. അല്ലെങ്കിൽ മുമ്പ് ജീരക വെള്ളമായിരുന്നു സ്ഥിരം കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ മോന് ജീരക വെള്ളം കുപ്പിയിൽ കൊടുത്തു വിടുമ്പോഴേ തിരിച്ചു വരുമ്പോഴേക്കും ഒരു സ്മെല്ല് പോലെ തോന്നും ജീരകത്തിൻ്റെ. ഇത്രയും നേരം അടച്ചു വെച്ചിരിക്കണോണ്ടായിരിക്കും. അതുകൊണ്ടിപ്പം ജീരക വെള്ളം അല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഇടാറുള്ളൂ. ഇപ്പം മിക്കവാറും രാമച്ചമിട്ടാണ് വെള്ളം ഇടണത്. അപ്പോൾ രാമച്ചം ഇതുപോലെ ചെറിയൊരു കിഴി കെട്ടിയിട്ട് ആ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. നല്ല വൃത്തിയുള്ള തുണി ആയിരിക്കണം. അപ്പോൾ നല്ലൊരു നമ്മളിവിടെ അലക്കി വെച്ചൊരു മുണ്ടിൻ്റെ പീസുണ്ട്, വിളക്കിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എടുക്കണം അതാണ്. അപ്പോൾ ആ മുണ്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് അതിലാണ് രാമച്ചം കുറച്ചധികം എടുത്ത് കെട്ടിയിടണം. അല്ലെങ്കിൽ ഒരു വേര് അങ്ങനെയൊക്കെ ഇടുമ്പോഴേക്ക് അതിൻ്റെ ആ ഒരു മണവും ഗുണമൊന്നും വെള്ളത്തിൽ ഇറങ്ങാത്ത പോലെ തോന്നും. അപ്പോൾ അങ്ങനെ കിഴികെട്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മോന് കൊണ്ടൊക്കെ പോകണമല്ലോ. പിന്നെ ഇന്നലെ കോളിഫ്ലവർ വാങ്ങിക്കൊണ്ട് വന്നു. കുറേ ദിവസമായി മോന് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് എടുത്തിട്ട്. അപ്പോൾ ഇന്ന് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് വന്ന് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ചായ ഇട്ട് പിന്നെ ഇനി അമ്മയ്ക്കും കൊടുത്ത് ഞാനൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒന്നങ്ങ് ഫ്രഷ് ആവും. അങ്ങനെ ഇന്നലെ ചാലയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചാലയിൽ പോയപ്പോൾ കുറേ പേര് ഇങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിച്ചെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അതുപോലെ തന്നെയായിരുന്നു. അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുപാട് നാളായി പോയിട്ട് ചാലയ്ക്കകത്തൊക്കെ. മുമ്പൊക്കെ ഇങ്ങനെ സ്ഥിരം പോകുമായിരുന്നു. ഇപ്പം നമ്മൾ പോകാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലുലു ഒക്കെ വന്ന് പിന്നെ അടുത്തടുത്ത് നമുക്ക് ഹൈപ്പർ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ നമ്മുടെ വീടിനടുത്തൊക്കെ ഒരുപാട് വന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും അങ്ങോട്ട് പോവേണ്ടി വരുമായിരുന്നല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ മടിക്കുന്നത്. പക്ഷേ ഇപ്പോഴും എന്തെങ്കിലും അധിക കാര്യങ്ങൾ ഇതുപോലെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ കല്യാണമോ മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസോ എന്ത് വന്നാലും നമ്മൾ ചാലയിൽ പോയി സാധനം എടുക്കാം എന്നാണ് നമ്മൾ ആദ്യം പറയാറ്. നമ്മളെന്ന് വെച്ചാൽ തിരുവനന്തപുരംകാർ മിക്കവരും. അപ്പോൾ ഇനിതാ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കോളിഫ്ലവർ കട്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ഈ കോളിഫ്ലവറിൻ്റെ ഈ ഇലയുണ്ടല്ലോ, ഇത് തോരൻ വെക്കും കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഇത് വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ പണ്ട് മുയലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേൾഡ് മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഈ കോളിഫ്ലവറിൻ്റെ ഇല കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു മുയലിനെ കൊടുക്കാനായിട്ട്. അങ്ങനെ ഇന്നലെ പനീർ വാങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് പനീർ വാങ്ങി വീട്ടിലുണ്ടാക്കാനായിട്ട് പോണത്. മുന്നേന്ന് വെച്ചാൽ ഒരുപാട് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്താണ് ആദ്യമായിട്ട് പനീറിൻ്റെ ഒരു കറി കഴിച്ചത്. അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനി ചിലപ്പോൾ എന്തെങ്കിലും ഹോട്ടലിലൊക്കെ പോയാലും ചേട്ടൻ പനീർ വേണമെന്ന് വയ്ക്കുമ്പോൾ അയ്യോ വേണ്ടാന്ന് പറയും. ചില സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് പനീർ വെച്ചുള്ള ഒരു കറി കഴിക്കുന്നത്. എല്ലാ സാധനങ്ങളും അങ്ങനെയായിരുന്നു. ആ ഒരു സമയത്ത് ഷവർമ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീടൊക്കെ വരുന്നപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് അതൊക്കെ നമ്മളെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായതുപോലെ എന്ന് പറഞ്ഞാൽ എന്ന് ഷവർമ കഴിക്കും അങ്ങനെയല്ല പറയണത്. ആ ഒരു സമയത്തൊക്കെ ഇതൊക്കെ നമുക്ക് അങ്ങനെ കിട്ടാറില്ലായിരുന്നു. ഇപ്പോഴറിയാമല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ കഴക്കൂട്ടം ഭാഗത്തൊക്കെ ഒരുപാട് മാറിപ്പോയി. എവിടെ നോക്കിയാലും ഇങ്ങനെ കുമിള് മുളച്ച് നിൽക്കും പോലെ ഹോട്ടലുകളുമാണ്. അവിടെ എല്ലാം ഇതേപോലുള്ള ഫുഡുകളുമാണ്. അപ്പം നമ്മളും സ്വാഭാവികമായിട്ടും അതിലോട്ടൊക്കെ ഒന്ന് മാറുമല്ലോ. അതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ച് ഇഷ്ടമായി തുടങ്ങിയത്. അതിന് മുന്നേ ഇങ്ങനെയുള്ള യാതൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. നമ്മൾ അപൂർവമാണ് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണത് തന്നെ. അവിടെ കഴിച്ചാലും ഒന്നുകിൽ സദ്യ അല്ലെങ്കിൽ ബെറോട്ടയും ചിക്കനും തന്നെ അധികം കഴിക്കില്ലായിരുന്നു. പിന്നെയാണ് ഇതൊക്കെ കഴിച്ചു തുടങ്ങിയത്. അങ്ങനെ പനീർ കട്ട് ചെയ്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പനീർ ബട്ടർ മസാലയാണ് വെക്കാനായിട്ട് പോണത്.
അപ്പോൾ ബട്ടറും ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന് അന്ന് കേശുവിന് തുലാഭാര സമയത്ത് ഇഷ്ടം പോലെ ബട്ടറായിരുന്നു. നമ്മൾ ആർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാണുന്ന അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാവർക്കും കൊടുത്തായിരുന്നു ബട്ടർ. ഇപ്പം നമ്മളിപ്പോൾ ബട്ടറൊക്കെ തീർന്നിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ബട്ടറും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് സോൾട്ടഡ് ആണ് ബട്ടർ നമ്മൾ വാങ്ങുമ്പോൾ അൺസോൾട്ടഡും ഉണ്ട് സോൾട്ടഡും ഉണ്ട്. നമുക്ക് ഈ ചുണ്ടൊക്കെ പൊട്ടുമല്ലോ ഈ ഒരു മഞ്ഞ് സമയമൊക്കെ വരുമ്പോഴേക്കും, ആ സമയത്തേക്ക് നമുക്ക് ഈ ചുണ്ടിലൊക്കെ തേക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും ഈ ബട്ടർ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വാങ്ങേണ്ടത് അൺസോൾട്ടഡ് ആണ്. ഈ ഇങ്ങനെയുള്ള കുക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ സോൾട്ടഡ് വാങ്ങണം. അപ്പോൾ ബട്ടറും എണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സായിട്ട് വരുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറില്ലേ, ആ ബട്ടർ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് ബട്ടർ കുക്കായിട്ട് വരും. എനിക്ക് ആദ്യം 1-2 പണി കിട്ടി, 1-2 കരിഞ്ഞതുപോലെ ആയി, പക്ഷേ പ്രശ്നമൊന്നും വന്നില്ല. അപ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേറെ സംഭവങ്ങൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെച്ചിരിക്കും പോലെ പിന്നെ അതിനടുത്തുനിന്ന് മാറിപ്പോകാൻ പാടില്ല, അവിടെ തന്നെ നിന്ന് ഇത് ഇളക്കി കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് മുരിഞ്ഞ് വരും. ചെറിയ തീയേ പാടുള്ളൂ, ചെറുതായിട്ട് തന്നെ ആക്കി എടുക്കുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരും. അപ്പോൾ ഞാൻ നല്ല ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിലത്തേക്ക് ഇനി കേശിനുള്ള കോളിഫ്ലവർ ഫ്രൈ ചെയ്യണം. ഈ ചട്ടി കാണുമ്പോൾ ഇപ്പോൾ പറയും ചേച്ചി എത്ര പ്രാവശ്യം പറഞ്ഞ് ഈ ചട്ടി മാറ്റാറായില്ലേ എന്ന്. പക്ഷേ ഒരു കാര്യമുള്ളത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ നോൺ സ്റ്റിക്ക് പാത്രം ഇങ്ങനെ ഈ നോൺ സ്റ്റിക്കിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഇളകിയത് യൂസ് ചെയ്താൽ ക്യാൻസർ വരുമെന്ന് ഒരിടത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആരൊക്കെയോ എപ്പോഴോ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് പോണത്. ഈ എന്ത് കാണിച്ചാലും നമ്മൾ പറയില്ല അത് കഴിച്ചാൽ ക്യാൻസർ വരും, ഇത് കഴിച്ചാൽ ക്യാൻസർ വരും, അങ്ങനെ ചെയ്താൽ ക്യാൻസർ വരും, ഇങ്ങനെ ചെയ്താൽ ക്യാൻസർ വരുമെന്ന്. ഇതൊന്നും നോക്കാതെ നമ്മൾ കേരളത്തിലുള്ളവർക്കാണ് ക്യാൻസർ കൂടുതലെന്ന് ഇപ്പം തോന്നുന്നുണ്ട്. അപ്പം മനസ്സിലായില്ല ഈ ഒരു സംഭവങ്ങളൊന്നുമല്ല. ഈ പുറത്തൊക്കെ ഉള്ളവരൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ദുബായിൽ തന്നെ നോക്കിയാൽ അവരൊക്കെ മിക്കതും പാക്കറ്റ് ഫുഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ പെപ്സി ആയിരുന്നാലും അതായിരുന്നാലും ഇതായിരുന്നാലും എല്ലാവരും കുടിക്കണമുണ്ട്, KFC കഴിക്കണമുണ്ട്. അവർക്ക് ആർക്കും ഇത്രയും ക്യാൻസറൊന്നുമില്ല, എല്ലാം ഈ കേരളത്തിൽ തന്നെയാണ്. അപ്പം നമ്മൾ വേറെ പലതും ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് മാത്രം ഇതുപോലെ ഇളകിയത് യൂസ് ചെയ്താൽ ക്യാൻസർ വരുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടേ ഇല്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അലുമിനിയം പാത്രം യൂസ് ചെയ്താൽ അത് പ്രശ്നമാണെന്ന് പറയാം. അതിനൊന്നും യാതൊരു തെളിവുമില്ല. ആരൊക്കെയോ ഇങ്ങനെ വായ്മൊഴിയായിട്ട് പറഞ്ഞത് നമ്മൾ കേട്ട് നമ്മളും അതിലോട്ട് അങ്ങ് ആയെന്നേ ഉള്ളൂ. അപ്പോൾ കോളിഫ്ലവർ ഞാൻ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവർ എങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്നുള്ള ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി പനീർ റെഡിയാക്കണമല്ലോ. അപ്പോൾ പനീർ റെഡിയാക്കാൻ വേണ്ടി വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് 1-2 പച്ചമുളക്, ഇത്രയും സംഭവങ്ങളൊക്കെ എല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. കോളിഫ്ലവർ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പെട്ടെന്ന് മോൻ്റെ ബോക്സിലോട്ട് സ്നാക്സ് ബോക്സിലോട്ട് അങ്ങ് മാറ്റിയിട്ട് കുറച്ച് സോസും കൂടെ ഒഴിച്ചു കൊടുത്താൽ മോന് ഭയങ്കര ഇഷ്ടമാണ് സോസ് കഴിക്കുന്നത്. അപ്പോൾ ഈ മിക്കവാറും സോസ് കൊടുത്തു വിടുമായിരുന്നു. ഇപ്പം ഞാൻ അതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരികയാണ്. ഇപ്പം അവർക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് പോയി ആഹാരം കഴിക്കേണ്ടത് രീതികളൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും കഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മിക്കവാറും അങ്ങനെ സോസും ബിരിയാണിയൊക്കെ കൊടുത്തു വിട്ടത്. ഇപ്പോൾ അതെല്ലാം അവൻ മടുത്ത്. ഇനി എന്ത് ചെയ്യുന്നറിയാമോ, ആ വഴറ്റിയെടുത്ത് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്നതിനെ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരയണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അരഞ്ഞ് വന്നാൽ മതി. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒഴിച്ച് എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കശുവണ്ടി എടുത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയും കൂടെ ഒന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. അതും കൂടെ കുറച്ച് അരച്ച് അതും കൂടെ ഇതിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, മുളക് പൊടി ഇട്ട് കൊടുക്കണം, കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, ഒരല്പം ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ ആ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെസ്റ്റേൺ സ്റ്റൈലിൽ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ്, സോയാ സോസ് അങ്ങനെയൊക്കെ ഒഴിച്ച് വയ്ക്കാം. നമുക്കിപ്പോൾ നമ്മുടേതായ ഒരു തനതായ രീതിയിലും കൂടെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഈ പൊടികളൊക്കെ എല്ലാം ഇട്ടാൽ മാത്രമേ ആ ഒരു രീതിയിൽ കൂടെ വരാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ട് അതിനെ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ പനീറും കൂടെ ഇട്ട് കൊടുക്കാം. പനീറും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വേവിച്ചെടുത്താൽ മതി. വേവിച്ചെന്നല്ല, പനീർ ഓൾറെഡി വെന്തിരിക്കുകയല്ലേ. പിന്നെ ഇതിൻ്റെ ഈ മസാലകളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരണമല്ലോ. അപ്പോൾ അത്രയും സമയം ചെറിയ തീയിൽ ഇട്ട് കൊടുത്താലും മതി. നല്ല തിക്കായിട്ട് കറി കിട്ടും. അല്ല, നമുക്കിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പനീർ ബട്ടർ മസാല എന്ന് പറഞ്ഞാലേ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ആ ഫ്ലേവർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കൂല. അതുകൊണ്ട് ഞാൻ ഒരുപാട് ബട്ടറൊന്നും ഇടാൻ നോക്കിയില്ല. ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം ബട്ടർ ഒഴിച്ചതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പേര് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കേശുവിന് ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ഇടിയപ്പം പിച്ചിട്ടിട്ട് അതിലേക്ക് ആ പനീർ ബട്ടർ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേശുവിനെ കൊണ്ട് സ്കൂളിലൊക്കെ ആക്കി പിന്നെ കടയിൽ പോയി. അതിനുശേഷം നേരെ പോയത് ചന്തയിലോട്ടാണ്. ചന്തയിൽ പോകുമ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് ആഡ് ചെയ്യണേ ചേച്ചി, അത് കാണാനായിട്ട് നല്ല രസമുണ്ടെന്ന് ആരോ കമൻറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും കാണിക്കുന്നത്. ചെറിയ ചൂര 500 എടുക്കണ്ട ചോല നിങ്ങൾക്ക് 2 എണ്ണം നോക്കാൻ പറയും. അതാണല്ലേ ആ ഓലി. ആ ഓലി 4 കൂടെ 300 ഒന്ന് 100 ആണ്. 300 100 കുറച്ച് ഉള്ളതെടുത്ത് തരയില്ലേ. നല്ല വീട് നല്ല ആവോലി. വെള്ളേക്കാളും കറുപ്പ് തന്നെ കൊള്ളാം. കഴിച്ച് നോക്ക്. ഒരെണ്ണം 100 വില വീണു. എപ്പോഴും കിട്ടത്തില്ലേ ആവോലി? ചൂര വേണമെങ്കിൽ ഒന്ന് എടുത്തോ. ചേർന്നില്ല മതിയല്ല. നല്ല മീൻ വേണ്ട. ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ 2 പിഴിയാനായിട്ട് നാരങ്ങ പിഴിയാനായിട്ട് തക്കാളി പച്ചമുളകൊക്കെ തരാൻ മക്കളെ. നാരങ്ങ പത്തിരിയാണടാ കണ്ണ. അപ്പോൾ 2 നാരങ്ങ ഭയങ്കര വിലയുടെ മോന. വില ഇല്ലാത്ത എന്തിനാണ് എല്ലാം വില. എൻ്റെ മക്കൾക്ക് ഞാൻ ചാലയിലങ്ങ് പോയി വല്ലപ്പോഴും എവിടെയെങ്കിലും കുളത്തൂര് മാത്രം തിന്നിട്ടില്ല. അങ്ങനെ ചന്തയിൽ നിന്നൊക്കെ തിരിച്ചതാ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ഇവിടെ മലക്കറി എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കയറിയാൽ പിന്നെ അയ്യോ എല്ലാവരും കിടന്ന് വിളിക്കും, പരിചയക്കാരാണല്ലോ കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുളത്തൂർ ചന്തയിൽ പോകാൻ മടിക്കണ കാര്യം അതാണ്. എന്ന് വെച്ചാൽ ഒരാളെ നിന്ന് വാങ്ങിയില്ലെങ്കിൽ ഒരാളെ പരാതി, ഒരാളെ നിന്ന് വാങ്ങിയില്ലെങ്കിൽ ഒരാളെ പരാതി. ഞങ്ങൾ സ്ഥിരം മീൻ വാങ്ങുന്നത് ആ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. എന്നാലും ബാക്കിയുള്ളവരെയും എല്ലാം അറിയാമെന്നുള്ളവർ കാര്യങ്ങളായതുകൊണ്ട് എപ്പോഴും അതൊരു പരാതിയും കാര്യങ്ങളും വരും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കൊണ്ട് വെയിലത്ത് വെച്ച് തലേദിവസം വാങ്ങിച്ച വെളുത്തുള്ളിയില്ലേ, അപ്പോൾ ആ വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് പിച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നല്ലോ, അതിനെ ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി വെച്ചാൽ കുറച്ച് അധികം ദിവസം ഇരിക്കും. അധികം വെളുത്തുള്ളി ഇരിക്കുകയല്ലേ. അപ്പോൾ ആവോലി മീനാണ് വാങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ ആവോലി മീൻ ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. അമ്മ എപ്പോഴും പറയും നല്ല മീനാണ്, കറുത്ത ആവോലിയുണ്ട്, വെള്ള ആവോലിയുണ്ട്. നമ്മൾ ലുലുവിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആവോലി വെച്ചിരിക്കുന്നത് കാണാറുണ്ട്.
അങ്ങനെ ഇതേവരെ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ പൊരിക്കാമെന്നും പറഞ്ഞാണ് ആവോലി വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ ഇനി മല്ലിയൊക്കെ ഒന്ന് കഴുകി ഉണക്കി വെക്കണം. നല്ല വെയിലായിട്ട് നിൽക്കുകയാണ്, മഴക്കോളൊന്നുമില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതൊക്കെ ചെയ്താൽ എപ്പോഴാണ് മഴ പെയ്യണമെന്ന് അറിഞ്ഞിട്ട്, മഴക്കോളില്ലാന്നും അല്ല, മഴക്കോള് കൊണ്ടുവരണുണ്ട്, മാറണുണ്ട്. പിന്നെ ഈ മല്ലി കഴുകാതെ നമ്മളങ്ങനെ പൊടിക്കാറില്ല. എന്ന് വെച്ചാൽ മല്ലി കഴുകുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കുറുകുറാ അഴുക്ക് ഇളവും അതിൽ നിന്ന് നമ്മൾ എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ കട്ട കാണും. മുളകും കഴുകി ഉണക്കി പൊടിക്കണവരുണ്ട്, മുളക് നമ്മൾ കഴുകി ഉണക്കാറില്ല അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് പിഴിയാനായിട്ടാണ് നാരങ്ങ വാങ്ങിയത്. അങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ അങ്ങോട്ട് കുടിച്ചിട്ട് ബാക്കി ജോലി അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് അമ്മ അവിടെ ആവോലിയായിട്ട് ഒരു മൽപ്പിടുത്തം തുടങ്ങി. വലിയ ആവോലി ഉണ്ടെന്നാണ് അമ്മ പറയണത്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോഴാണ് ഈ മീനുകളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് നമ്മൾ പഠിച്ച് വരണത്. അതുവരെ ഇത് നമ്മുടെ ഒരു മേഖല അല്ലായിരുന്നല്ലോ, നമ്മൾ പോകെ കഴിക്കുക അത്ര മാത്രമല്ല അറിയാമെന്നുള്ളായിരുന്നുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നാലും മീനൊക്കെ വാങ്ങാൻ പോണത് അമ്മയായിരുന്നു. ഇപ്പോൾ ഒരു കുറച്ച് വർഷമായിട്ടാണ് അമ്മ അങ്ങനെ ചന്തയിലൊന്നും പോവാതെ എല്ലാം ഞാനങ്ങ് ഏറ്റെടുത്തത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അമ്മ നോക്കും. അപ്പോൾ നമുക്ക് ഈ കൈ സഹായം എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുക്കളയിൽ. പിന്നെ അച്ഛൻ മരിച്ചതിനൊക്കെ ശേഷമാണ് അമ്മ ചന്തയിലും പോവാതെയൊക്കെ, പിന്നെ കുറേ നാൾ പോവാതെയൊക്കെ ഇരുന്നപ്പോൾ പിന്നെ അമ്മ അതങ്ങ് ആ ഒരു മടി പോലെ ആയി. പിന്നെ ഇപ്പോൾ കാലുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മ പോവാറില്ല. അപ്പോൾ അമ്മ അവിടെ മീൻ അവിടെ അറുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ മല്ലി കഴുകാനായിട്ട് കൊണ്ടുവന്നപ്പോഴേക്കും ഒരു കോളൊക്കെ വന്ന് ഈശ്വര വെള്ളവും ഒഴിച്ചു പോയി. ഇനി ഉള്ള ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മല്ലി കഴുകിയിട്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, മല്ലി ഇപ്പോൾ ഉണങ്ങിയില്ല, ഒന്ന് ആ വെള്ളം വാർന്ന് കിട്ടിയിട്ട് നമുക്കെടുത്ത് മഴ പെയ്യുകയാണെങ്കിൽ ഫാനിൻ്റെ മൂട്ടിലിട്ട് ഉണക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സമാധാനത്തിൽ വീണ്ടും മല്ലി കഴുകാൻ തുടങ്ങി. നല്ല വലിയ മല്ലിയായിരുന്നു അവിടെ നിന്ന് കിട്ടിയത്. അതിൽ കുറച്ചെടുത്ത് പൊടിക്കുമെന്ന് അറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ മല്ലി ഇട്ടാൽ മുളച്ച് വരും. അങ്ങനെ കുറച്ച് മല്ലി എടുത്ത് അവിടെ മുളപ്പിക്കാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. മുളച്ചാൽ കൊള്ളാം. അങ്ങനെ ഇതാ കണ്ടില്ലേ, ആ കളറ് കണ്ടില്ലേ, ഭയങ്കര അഴുക്കാണ്. ഭയങ്കര അഴുക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 വെള്ളമെങ്കിലും അത് കഴുകിയിട്ടുണ്ടായിരുന്നു. ആ സമയം അത്രയും ഈ അഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ കുറുകുറാ ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മല്ലിയൊക്കെ കഴുകി ഞാൻ ഇന്നലെ അവിടെ നിന്ന് ഒരു ചാക്ക് വാങ്ങിച്ച കാര്യം പറഞ്ഞില്ല, ഒരു ചണച്ചാക്ക്. അപ്പോൾ ആ ചാക്ക് കൊണ്ട് അവിടെ ഇട്ടിട്ട് അതിൽ പേപ്പർ നിരത്തിയിട്ട് അതിലാണ് ഈ മല്ലി ഉണക്കാനായിട്ടിട്ടത്. അപ്പോൾ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ നല്ല തീ വെയിലായിരുന്നു. ഈ സമയത്ത് ഇപ്പോൾ ഒന്ന് മങ്ങിയിട്ടുണ്ട്. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെയിൽ വന്ന് എന്തായിരുന്നാലും ദൈവം തുണച്ച് മഴ പെയ്തില്ല. മല്ലി നല്ല വൈകുന്നേരം ആയപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിയും കിട്ടി. പക്ഷെ പിറ്റേന്ന് രാവിലെ ഒരു ഉണക്കും കൂടെ ഉണക്കിയിട്ട് പൊടിച്ചാൽ മതിയെന്ന് അമ്മ പറഞ്ഞ്. നമ്മൾ ഉണങ്ങിയെന്ന് പറഞ്ഞാലും ചെറിയൊരു എന്താ പറയാനായിട്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ നല്ല വെയിലുണ്ടെങ്കിൽ ആ വെയിലത്തിട്ടിട്ട് ആ ചൂടോട് കൊണ്ടുപോയി പൊടിക്കുമ്പോഴേക്ക് അത് കുറച്ചും കൂടെ നല്ല സൂപ്പറായിട്ടിരിക്കും. കുറച്ച് അധികം ദിവസം ഇരിക്കില്ലെങ്കിൽ വല്ല പൂത്ത് പോവേ അങ്ങനെ എന്തെങ്കിലും ആയി പോകുമെന്നുള്ള പേടി കൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ഒരു അല്പം ജലാംശം പോലും ഇല്ലാണ്ട് ഓരോന്ന് ചെയ്യണത്. അപ്പോൾ പാവയ്ക്ക കണ്ടില്ലേ, അവിടെ പാവയ്ക്കയുടെ ഏകദേശം അന്ത്യത്തിലോട്ടൊക്കെ അടുത്തിരിക്കുകയാണ് പാവയ്ക്ക. ഈ നിൽക്കുന്ന പാവയ്ക്ക തന്നെ അതെല്ലാം ഒരുമാതിരി വാടി നിപ്പോട്ട്. ബാക്കി ആ വള്ളി ഫുള്ള്, ആ ചെടി ഫുള്ള് എന്തോ ആ ഒരു പ്രാണി കയറിയിട്ട് എന്തോ അത് നിറച്ചത് തന്നെ ഒരു മഞ്ഞ കളർ ഒരു ജീവിയാണ്. അത് ഫുള്ളിങ്ങനെ ഇല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ. അങ്ങനെ മല്ലിയൊക്കെ ഉണക്കാനിട്ട് ഇടയ്ക്ക് കറണ്ട് പോയി കേട്ടോ, അതാണ് വീഡിയോ മങ്ങിപ്പോയത്. കറണ്ട് പോയി, വീണ്ടും വന്ന്, വീണ്ടും പോയി, വീണ്ടും വന്ന്, അങ്ങനെ ഒരു 10 മിനിറ്റ് സമയം അങ്ങനെയായിരുന്നു. കറണ്ട് പോവും വരും, അങ്ങനെയാണ് നിന്നത്. അപ്പോൾ ഇനി ജോലിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണതേ ഉള്ളൂ. അപ്പോൾ ഇനി അവിയൽ വെക്കണം. പിന്നെ മെഴുക്ക് പുരട്ടിക്കുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിയൽ ഇത് അടുപ്പത്താക്കി ഉപ്പും കൂടെ ഇട്ട് അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ അത് അവിടെ ഇരുന്ന് അങ്ങ് വെന്തോളുമല്ലോ. ഇവിടെ പ്രത്യേകിച്ച് ചേട്ടൻ്റെ ഫാമിലിയിലെ എല്ലാവരുടെയും ഒരു ഇഷ്ട ഭക്ഷണമാണ് അവിയലും മീൻകറിയും. അപ്പോൾ അമ്മ എപ്പോഴും പറയും, അവിയൽ വയ്ക്കുമ്പോഴൊക്കെ അമ്മ പറയും ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും അവിയലും മീൻകറിയും എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന്. ചേട്ടനും അങ്ങനെയാണ്. അവിയലും മീൻകറിയൊക്കെ കൊടുത്താൽ ചോറ് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ആളിന്. അവിയലും മീൻകറിയൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണും. അങ്ങനെ അവിയലിനുള്ള അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അവിടെ മെഴുക്ക് പുരട്ടിക്കുള്ളത് അമ്മയെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്.
അതും പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. അപ്പോൾ ചിലപ്പോഴും എണ്ണ ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാണ്ട് വെക്കും. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് വെക്കണത്. അപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അതിലേക്ക് സവോള കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ല തീ നല്ല കുറച്ച് വെച്ച് അങ്ങ് അടച്ച് വെച്ചാൽ അത് അവിടെ ഇരുന്നങ്ങ് സാവധാനത്തിൽ വെന്ത് വന്നോളും. അപ്പം നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഇളക്കി നിൽക്കണമെന്നൊന്നുമില്ല. നല്ല തീ കുറച്ചിട്ട് അടച്ച് വെച്ചിരുന്നാൽ അത് അവിടെ ഇരുന്ന് ആ ചെറിയ തീയിൽ നല്ല ഭംഗിയായിട്ട് വെന്ത് വരും. നമ്മളിപ്പോൾ ഒരുപാട് തീയൊക്കെ വെച്ച് ഇങ്ങനെ ഇളക്കി നിൽക്കണതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ 4 ആവോലിയാണ് വാങ്ങിച്ചത്. ഒരാൾക്ക് ഒരെണ്ണം വെച്ചിട്ട് എണ്ണയാണ് വാങ്ങിയത്. അങ്ങനെ അമ്മ ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴും അമ്മ പറയുന്നുണ്ട് ഇതിനേക്കാളും ഇരട്ടി വലിപ്പത്തിനുള്ള ആവോലിയുണ്ട്, നെമ്മീൻ വെക്കും പോലെ ഇരിക്കും, വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണെന്ന്. അതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന മുള്ളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലിനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് എണ്ണയും കൂടെയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അമ്മ അത് പെരട്ടി എടുക്കുകയാണ് പൊരിക്കാനായിട്ട്. അമ്മ ആദ്യം പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാൻ കറി വെക്കാമെന്ന്. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, നമുക്ക് പൊരിച്ചാൽ മാത്രം മതി, എനിക്കത് പൊരിച്ച് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ അതിനെ മസാലയൊക്കെ പെരട്ടി കുറച്ച് സമയം വെച്ചിട്ട് പൊരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മെഴുക്ക് വരട്ടിയൊക്കെ അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ട്യൂട്ടോറിയലാണല്ലോ പോണത്. അപ്പോൾ ഞായറാഴ്ച ദിവസം എന്ന് വെച്ചാൽ 7 മണിക്കോ 6:30ക്കോ 7 മണി തൊട്ടോ ക്ലാസ് തുടങ്ങും. 1:30 മണി വരെ ഉണ്ട് ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ നിന്നൊക്കെ കാപ്പി കുടിച്ച പാതി കുടിക്കാത്ത പാതി ആയിരിക്കും പോണത്. അതിന് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ രാവിലെ കഴിക്കാനൊക്കെ. പോയിട്ട് 1 മണി ആകുമ്പോഴേ വിശന്ന് കുടൽ കരിയും. 1:30 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ 1:30 മണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് വിശന്ന് കണ്ണ് കാണാൻ പറ്റാതെ ആയിരിക്കും വരണത്. ഇപ്പോഴും പിന്നെ പിള്ളേർക്ക് എല്ലാം സുഖമല്ലേ, അവർ ഓട്ടോയിലാണ് പോണതും വരണതും ഒക്കെ. പണ്ട് നമ്മളെ സമയത്തൊന്നും അങ്ങനെയല്ലല്ലോ, നടക്കുകയാണ് ചെയ്യേണ്ടത്. അരശുമൂട് തൊട്ട് നമ്മളെ വീട് വരെ നടക്കണം. അപ്പോൾ നടന്ന് വരുമ്പോഴേക്കും അമ്മ ഇതുപോലെ ചില ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ പയ്യന്മാർക്ക് എന്തോ പോയിട്ട് കായൽ മീൻ കൊണ്ടുവരുമായിരുന്നു. അതിങ്ങനെ പൊരിച്ച് വെച്ചിരിക്കും. ആ വിശന്ന് വരുമ്പോഴും ആ മീനും കൂട്ടി ചോറ് കഴിക്കുമ്പോഴുള്ള ഒരു രുചിയുണ്ടല്ലോ, ഞാനിപ്പോഴും ആലോചിക്കും. ചില സമയങ്ങളിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ആ വിശന്ന് കറങ്ങി വരുമ്പോൾ. അല്ലാതെ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാറ് പോലും ഇല്ല. അന്നൊക്കെ ചോറ് കഴിക്കുന്ന സമയത്ത് അമ്മ പറയും തറയിൽ ചോറിടാനേ പാടില്ല. ഞങ്ങൾ എന്തെന്ന് പറയുമ്പോൾ വേണ്ടാത്തതുകൊണ്ട് 4 ചുറ്റും ഇങ്ങനെ ചോറ് മാറ്റി താഴെ ഇടും. ചോറ് കഴിക്കാൻ മടിയായിട്ട് അതിനൊക്കെ എന്നുള്ള പേരിൽ മാറ്റി ഇടുന്നതാണ്. പിന്നെ അമ്മ കാണാതെ പെട്ടെന്നായിരിക്കും അങ്ങോട്ടും കൊണ്ട് കളയുകയൊക്കെ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ മീൻ പൊരിക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ തിരുവണം. തേങ്ങ എന്തിനായിരുന്നു? ചമ്മന്തി അരയ്ക്കാനോ അല്ല അവിയലിന് അരയ്ക്കാനോ എന്തിനോ ആയിരുന്നു തേങ്ങ ഇന്ന്. കാരണം ഇന്നിപ്പോൾ നമ്മൾ വേറൊന്നും വെക്കണില്ല, മീൻ കറിയില്ലല്ലോ, ഈ സംഭവങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. മീനും ആദ്യം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ട് ഒഴിച്ചിട്ട് പിന്നീട് അത് തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രമേ നന്നായിട്ട് അതിന് അകമൊക്കെ നല്ലതുപോലെ പൊരിഞ്ഞ് അല്ല വെന്ത് വരുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അകഭാഗം കണ്ടില്ല ഇങ്ങനെ വെള്ള കളറിലിരിക്കും. ചിലപ്പോൾ ഹോട്ടലിൽ നിന്നായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ മീൻ ഇങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ അകം വേവാത്ത പോലെ വെള്ള കളറിലിരുന്നാൽ അയ്യോ എന്തോ പോലെ തോന്നും, പിന്നെ കഴിക്കാനേ തോന്നൂല. അങ്ങനെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ മുളക് റെഡിയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൽ വല്ല കല്ലോ കട്ടയോ ഒക്കെ ഉണ്ടോ, അതൊക്കെ എന്തെങ്കിലും ചവറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഇത് പിരിയമുളകും മറ്റേ സാദാ മുളകും ഉണ്ട്. ആ 2 മുളകും കൂടെ ഒന്ന് നമ്മളെ മുറത്തിലൊക്കെ ഇട്ട് അതിൽ ചപ്പും ചവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുവരെ മഴയൊന്നുമില്ല, വെയിലുമില്ല. വെയിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിൽ വരും, പിന്നെ ഇങ്ങനെ മങ്ങിക്കിടക്കുകയാണ്. എന്തായിരുന്നാലും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം കഴിഞ്ഞു കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണ സമയത്താണ് അമ്മയുടെ പണ്ടത്തെ കാര്യങ്ങൾ, അവരെ വീട്ടിലെ കാര്യങ്ങൾ. ഇപ്പോൾ മുളക് ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനായിട്ട് കാണും. അപ്പോൾ അമ്മ പറയോ പണ്ട് ഇങ്ങനെ മുളകൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം, മിക്കത് ആർക്കെങ്കിലും പറ്റിയ അബദ്ധങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അമ്മ പറയാറ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അയ്യോ ഇത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതിന് ആ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴേക്കും അമ്മ വീണ്ടും പറയും അന്ന് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ.
അല്ലാണ്ട് നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള, നമ്മളിപ്പോൾ രണ്ടാളും വീട്ടിലുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളൊക്കെ പറയണത്. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ TV കണ്ടുകൊണ്ടിരിക്കും, എനിക്കിതുപോലെ വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കേശു ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനും സമയം കാണില്ല, അവൻ്റെ പിറകെ കേശുവേ എന്ന് വിളിക്കാനൊക്കെ സമയം കാണുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പരദൂഷണങ്ങളൊക്കെ പറഞ്ഞ് അമ്മായിയും മരുമോളും കൂടെ അവിടെ ഇരുന്ന് ഇതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുളകും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഓണം വന്ന ഒരു ഫീലാണല്ലോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഓണത്തിന് ഇത്രയും പ്രത്യേകത അമ്മയൊക്കെ പറയണതേക്കാം അന്ന് എല്ലാവർക്കും അധികം ആഹാരങ്ങളൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും. അപ്പോൾ എൻ്റെ അമ്മ പറയും അമ്മയുടെയൊക്കെ കൊച്ചിൽ നിന്നേ ഈ കാപ്പി ഉണ്ടാക്കുന്ന സമ്പ്രദായങ്ങളൊന്നുമില്ല. അപ്പോൾ ഓണമൊക്കെ വരണ സമയത്തായിരിക്കും രാവിലെ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കണത്, അല്ലെങ്കിൽ മിക്കവാറും കഞ്ഞിയായിരിക്കും കുടിക്കണതെന്ന്. അപ്പോൾ ഈ ഓണം വരാനാണ്, ഒരു പുതിയ ഡ്രസ്സ് എടുക്കാനാണെങ്കിലും ഇത്രയും ഇത്രയും കറികളൊക്കെ കൂട്ടി സദ്യ കഴിക്കാനാണെങ്കിലും ഓണം വരാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അന്നായിരുന്നു ഓണത്തിന് ഇത്രയും പ്രത്യേകത. ഇപ്പോൾ പറയുമല്ലോ പണ്ടത്തെ ഓണമായിരുന്നു ഓണമെന്ന്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടിയപ്പോഴേക്ക് ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്നത് നമ്മൾ ഓണത്തിന് മാത്രമാണോ, ഏതെങ്കിലും ഡ്രസ്സ് കാണേണ്ട ഇഷ്ടപ്പെട്ട് അപ്പോഴങ്ങ് വാങ്ങുകയല്ലേ. പിന്നെ ഈ സദ്യ കഴിക്കണതായിരുന്നാലും എന്താഹാരമായിരുന്നാലും ഇപ്പം ഒന്നും കഴിക്കാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. എല്ലാവർക്കും പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പം ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ കുറവാണ്. എല്ലാവരും എന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം അവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയില്ല. പക്ഷേ എന്ന് വെച്ചാലും ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേക വികാരമാണ്. എന്തൊക്കെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അധികം വാങ്ങണം, പിന്നെ എല്ലാവരും ഒത്തുകൂടുന്ന ദിവസം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിലില്ലെങ്കിൽ നമ്മളൊക്കെ ജീവിതം മുരടിച്ച് പോകുമെന്ന് എപ്പോഴും ആലോചിക്കും. അങ്ങനെ മല്ലി അവിടെ സൂപ്പറായിട്ടായി കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ മുളകെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ചോറ് കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് അകത്ത് പോയിരുന്ന് കഴിക്കേണ്ട, ഇവിടെ തന്നെ ഇരിക്കാം, എങ്ങാനും മഴ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങ് ചാറിക്കൊണ്ടങ്ങ് പോകും. അപ്പോഴങ്ങനെയായിട്ട് വന്നാലേ നമ്മൾ അകത്തിരിക്കുമ്പോൾ അറിയുകയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ മല്ലിക്ക് കാവലിരുന്നാണ് ആഹാരം കഴിക്കണത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ അകത്തിരിക്കണമെങ്കിൽ ഇരുന്നോ, ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോഴും ഞാനിവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് അമ്മയും അകത്ത് പോയില്ല. അമ്മയും ചോറിട്ടുകൊണ്ട് ഇങ്ങോട്ട് വരെയാണ് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ പുറത്തിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. ഇങ്ങനെ ഒന്ന് കാറ്റൊക്കെ കൊണ്ട് എല്ലാവരെയും കണ്ടൊക്കെ ഇരുന്ന് ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ അമ്മ ചോറും കൊണ്ട് വന്നപ്പോഴേക്ക് പിന്നെ ഞാൻ പറഞ്ഞു അമ്മ കസേരയിലിരുന്നു. അമ്മ അവിടെ തറയിലിരിക്കാനാണ് പോയത്. തറയിൽ കട്ട് ചെയ്യാനൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്യാനായിട്ട് തറയിലിരുന്നാൽ അമ്മ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ. എപ്പോഴും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ മല്ലിക്ക് കാവലിരുന്ന് അവിടെ ഇരുന്ന് രണ്ടാളും കൂടെ ചോറ് കഴിക്കുകയാണ്. പിന്നെ അതിനിടയ്ക്ക് കേശുവിനെ പോയി വിളിച്ചുകൊണ്ട് വന്ന്, കേശു വന്നപ്പോഴും കേശു വരണതിന് മുന്നേ മല്ലി അവിടെ നിന്ന് വരണമെന്ന് വിചാരിച്ചതാണ്, അത് മറന്നുപോയി. അവൻ വന്നാലും ഇങ്ങ് ബാക്കിൽ വരും. ഇവിടെയല്ലേ അവന് കളിക്കാനായിട്ട് കുറച്ച് സ്ഥലമുള്ളൂ. വന്നപ്പോഴേക്ക് ഇതും തമ്മിയിട്ടേക്കണം മല്ലിയല്ലേ എന്ന് ചോദിച്ചിട്ട് അതിലെ ചവിട്ടാൻ പോയി. പിന്നെ അവിടെ നിന്ന് അവനെ ഓട്ടിച്ചിട്ട് മല്ലി അപ്പം തന്നെ വാരാമെന്ന് വിചാരിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകിൽ അവൻ വെള്ളം കോരി ഒഴിക്കും. ഇത്രയും സമയം മല്ലിക്ക് മഴയൊന്നും പെയ്യാണ്ട് ദൈവങ്ങളെയും വിളിച്ച് കാവലിരുന്നതാണ്. അതെല്ലാം അവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അതെല്ലാം നമുക്ക് പൊളിച്ച് കയ്യിൽ തരും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയി വാങ്ങിക്കൊണ്ടൊക്കെ വന്നതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇനി ചുമ്മാ കൊച്ചിനെ എടുത്തിട്ട് അടിക്കാൻ പോയി വഴക്ക് പറയാൻ ഒന്നും ചിന്തിക്കാണ്ട് അതിനെ എങ്ങും മാറ്റാം. എന്തായാലും അവൻ അതിൽ എന്തെങ്കിലും ചെയ്യും, ഒന്നുമില്ലെങ്കിൽ കുറച്ച് മണ്ണെങ്കിലും അതിൽ അവൻ വാരിയിടും. എന്നാലും അവനൊരു സമാധാനമുള്ളൂ. അപ്പോഴേക്കും കേശുവിനെ അവിടെ നിന്ന് ഓടിച്ച് വിട്ടിട്ട് ഞാനതെല്ലാം മാറ്റിയെടുക്കുകയാണ്. കുറച്ച് സമയം കൂടെ കിടന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇത് വന്നേനെ. അപ്പം പിന്നെ അമ്മ പറഞ്ഞ് വേണ്ട, നാളെ രാവിലെ ഇപ്പോൾ വെയിൽ വരാൻ തുടങ്ങിയാൽ ഒരു 8 മണിയാകുമ്പോഴേ നല്ല വെയിൽ വരുമല്ലോ. അപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ട് മല്ലി അവിടെ പുറത്തിട്ടിരുന്നാൽ മതി. ഇട്ടിട്ട് ഒരു 11-12 മണിയാകുമ്പോഴേക്കും നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിട്ട് കിടക്കുമല്ലോ, ആ സമയത്ത് കൊണ്ടുപോയി പൊടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ കുട്ട കണ്ടില്ലേ, ഇനി ചാലക്കകത്തോട്ടോ അങ്ങോട്ടോ എവിടെ നിന്ന് പോകണമെങ്കിൽ ഒരു കുട്ടയും കൂടെ വാങ്ങണം. എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടം ഈ ഒരു കുട്ട കാണാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ സംഭവം ഞാൻ വാങ്ങണതിന് മുന്നേ എനിക്കിഷ്ടം വരാനായിട്ട് മുന്നേയൊക്കെയുള്ള ഈ ഓണത്തിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിൽ പൂക്കൾ വെച്ചിരിക്കുന്നത് ഈ ഒരു കുട്ടയിലാണല്ലോ. അപ്പോൾ തൊട്ടേ വിചാരിച്ചതാണ്. വട്ടയോട് എനിക്ക് വലിയ താല്പര്യമില്ല, ഈ കുട്ടയോടാണ് താല്പര്യം.
അപ്പോഴേ മനസ്സിലുണ്ടായിരുന്നു ഇത് എവിടെയെങ്കിലും കാണുമ്പോൾ വാങ്ങണമെന്ന്. അങ്ങനെയാണ് കണ്ടപാടെ അത് വാങ്ങിയത്. അപ്പോൾ കേശുവിനെ വിളിക്കാൻ പോയതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ മാറ്റി ആ ഡ്രസ്സിലൊക്കെ നിന്നത്. വീണ്ടും പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പോഴേ വൈകുന്നേരം ആയപ്പോഴേക്ക് അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് മരിച്ചിനി ഉണ്ടായിരുന്നു, അതിനെ അവിക്കാനായിട്ട് വെച്ച് വൈകുന്നേരം ചായയുടെ കൂടെ എടുക്കാമെന്നും പറഞ്ഞ് അപ്പോൾ അമ്മ മരിച്ചിനെ അവിക്കാനായിട്ട് വെച്ചിട്ട് അമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാനത് ശ്രദ്ധിച്ചില്ല, അമ്മയാണ് ഇതൊക്കെ ചെയ്ത്. കേശു ഉറങ്ങാൻ കിടന്നപ്പോഴേക്കും ഞാൻ മോൻ്റെ കൂടെ കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സംഭവം പറ്റി, അത് ഞാൻ പറയാം. അപ്പോഴേക്കും ഇതുണ്ട് ഈ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിന് വെളുത്തുള്ളി നല്ല ഉണങ്ങി കിട്ടി. അപ്പോൾ അതിനെ ഒരു പാത്രത്തിലാക്കി അങ്ങ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വീട്ടിൽ ചിലപ്പോൾ അമ്മ ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് വെച്ചിരിക്കുന്ന കാണുമ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇതുപോലെ വെളുത്തുള്ളി വാങ്ങിച്ചിടണമെന്ന്. അതെന്തായാലും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല വെളുത്തുള്ളിയായിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് കേട്ടോ. നമ്മൾ ലുലുവിൽ ചെല്ലുമ്പോഴേക്ക് ഇതിനേക്കാളും ഇരട്ടി വലുപ്പത്തിനുള്ള വെളുത്തുള്ളി ഉണ്ട്, അതിന് വേറെ എന്തോ ഒരു പേര് പറയും. ആ ഒരു വെളുത്തുള്ളി ഉണ്ട്, അത് ഭയങ്കര വിലയുമാണ്. ഒരിക്കൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഒരല്ലി മതി ആ വെളുത്തുള്ളിയുടേത്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ അവിടെ ക്ലീനാക്കി വെച്ച് ഇനി മല്ലിത അതിൽ തന്നെ ഈ ഒരു ഇതിൽ തന്നെ വെച്ചിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നാളെ ആകുമ്പോഴേക്കും അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് ഇടാമല്ലോ. കണ്ടില്ല, ഏകദേശം നന്നായിട്ട് ഉണങ്ങി കിട്ടി. പിന്നെ ഒരു വെയിലും കൂടെ ആ ഒരൊറ്റ ഉണക്കിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മുളക് ഉണക്കാനായിട്ടൊന്നും ഇട്ടില്ല, കടക്കാരൻ തന്നെ പറഞ്ഞു നല്ല ഉണങ്ങിയ മുളകാണെന്ന്. ഇതാണ് അവിടെ സംഭവിച്ചത്. മുളക് കവറിൽ വാരി അവിടെ കൊണ്ട് വെച്ചിരിക്കാം. നമ്മൾ ആ അമ്മ അതെല്ലാം വൃത്തിയാക്കിയിട്ട് കവറിലാക്കിയിട്ട് ആ മരിച്ചിനെ അവിക്കണേൻ്റെ സൈഡിൽ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് അടുക്കളയിലോട്ടല്ല ഹാളിൽ നിന്നപ്പോഴത്തേക്കും ഒരു വല്ലാത്ത സ്മെല്ല്. എനിക്കാണെങ്കിൽ തൊണ്ടയൊക്കെ കാറും പോലെ തോന്നിയത്, അങ്ങനത്തെ ഒരു സ്മെല്ല് വന്നു. ഞാനിത് എന്തോന്ന് നോക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ച് സ്വിച്ച് ബോർഡായിട്ട് കരിഞ്ഞു പോകണം, അങ്ങനെ എന്തോ ഒരു സ്മെല്ല് തോന്നി. അടുക്കളയിലോട്ട് നോക്കിയപ്പോഴത്തേക്കുണ്ട് ഇതാ മുളക് ഇവിടെ പാറ്റി പറക്കിയൊക്കെ അമ്മ വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അമ്മ പറയുന്നത് അമ്മ നീക്കിയാണ് വെച്ചിരുന്നതെന്ന്. ഇവിടെ മരിച്ചിനെ അവിക്കാനും വെച്ചിരുന്നു. ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോൾ എന്താ ഇതിങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മുളകും അതിനകത്തുനിന്ന് കരിഞ്ഞതണ്ടേ. ഈ ഒരു മുളകും ഇങ്ങനെ കരിയായിരുന്നു. എന്തായാലും ഭാഗ്യത്തിനൊരു ഈ 2 മുളക് മാത്രമേ ഒത്തിരി കരിഞ്ഞുള്ളൂ. ആ ഒരു സ്മെല്ലാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്ത് അടുക്കളയിൽ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ മുളക് ഫുള്ളിരുന്ന് കത്തുമായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞതിന് മുമ്പേ ചാലയിൽ പോയിട്ട് വീണ്ടും മുളക് ഇവിടെ വാങ്ങിക്കൊണ്ട് വെക്കേണ്ടിയും വരുമായിരുന്നു. കാരണം ഇന്നലെ ഇവിടെ നിന്ന് ഞങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് പോയിട്ടാണ് ചാലയിൽ കൊണ്ടുപോയി മുളകൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതൊരു വശം. പക്ഷെ ഓരോ അപകടങ്ങൾ ഉണ്ടാവണതേ എനിക്ക് തോന്നുന്നു അമ്മ അത് എന്നാൽ ഞാനാണ് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാത്ത, അമ്മ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ. എന്തോ കാറ്റെന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ഇവിടെ ജനലിൻ്റെ സൈഡിൽ ഇപ്പോൾ എന്തോ ഒന്ന് ആഞ്ഞതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ തീ ജസ്റ്റ് ഇങ്ങോട്ട് ആയിട്ടായിരിക്കും ഇത് കത്തിപ്പിടിച്ചത്. എന്തായാലും ഇത്രേ പറ്റുള്ളൂ. പാവയ്ക്ക് പറ്റി ഞാൻ പറഞ്ഞ കുറേ അഹങ്കാരം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പാവയ്ക്കെന്ന്. പക്ഷെ എല്ലാം വാടി തുടങ്ങി, വേറെ ഒന്നുമല്ല. എന്തോ പറ്റിയെന്നറിയാമോ? ഇതിൻ്റെ ഇല ഫുൾ ഇങ്ങനെ വാടി പോവായിരുന്നു. അതാണ്ട ഈ ഒരു ജീവി കണ്ടതാ, ഈ ഒരു മഞ്ഞ സംഭവം, ഇത് ഈ പാവലിൻ്റെ ഇലയിൽ ഫുള്ള് കയറിയിട്ട് ഇത് മൊത്തം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാവൽ ഇപ്പോൾ എവിടെയൊക്കെ വള്ളി പടർന്നു പോയിട്ടുണ്ട് അവരിൽ മൊത്തം ഇതിപ്പോൾ ലക്ഷക്കണക്കിന് സംഭവം ഈ ഒരു പ്രാണികളാണെന്ന് തോന്നുന്നു ഇതിൽ ഫുള്ള്. അപ്പോൾ അമ്മ എടുത്തുതരാം. അപ്പോൾ ഇനി ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവിടെ നിന്നൊക്കെ ഫുള്ള് കരിഞ്ഞു. അതിങ്ങനെ തിന്ന് ഈ പാവൽ ചെടീനെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പാവലൊക്കെ കണ്ടില്ലേ, പാവലിനെ ബാധിക്കണുണ്ട്. ആ ചെടിയിൽ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇത് മൊത്തം പാവലിനെ ബാധിക്കണത്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ കുഴഞ്ഞു പോയി. ഏതോ ഒരു വള്ളിയിൽ അത് മൊത്തം വള്ളിക്ക് പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഈ പാവലൊക്കെ അങ്ങ് പ്രശ്നം. ഇനി ഇത് പാടാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഒരുപാട് പാവയ്ക്ക് അത് തന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പാവയ്ക്ക തന്ന്. അതുകൊണ്ട് ഇനി നമുക്ക് വലിയ വിഷയമല്ല. എന്നാലും ഇനിയും ഇതിന് ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നു. അതാലോചിക്കുമ്പോൾ ഒരു സങ്കടവും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ചുമ്മയല്ല ഈ കർഷകരൊക്കെ ഇതിപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ പാവൽ കൃഷി ചെയ്യണവരാണെങ്കിൽ ഈ പാവയ്ക്കയും പോയി കേട്ടോ. കണ്ടോ, പാവയ്ക്ക എന്തോ പോലെ അങ്ങനെയൊക്കെ ചെയ്യണവർക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര കൃഷിനാശമൊക്കെ അല്ലേ. ചുമ്മയാണ് പെസ്റ്റിസൈഡ്സ് ഒക്കെ അവർ യൂസ് ചെയ്യണത്. അവർക്ക് ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഇങ്ങനെ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് ചെയ്യണവർക്ക് ഇതുകൊണ്ട് ഉപയോഗമുള്ളൂ. ഫുള്ള് ഇലയും അതേപോലെ ആയി. അപ്പോൾ ഇനി ഈ പാവൽ അടുത്തെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇനി അത് പ്രശ്നമാവും. അത് ഫുള്ളങ്ങ് വാടിപ്പോയാൽ പിന്നെ ഒന്നും പറ്റൂലല്ലോ.
ഇനിയും നിൽപ്പുണ്ട് കേട്ടോ, നിറയെ പിഞ്ച് പാവയ്ക്ക് ഇനിയും നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടെ. എന്തായാലും ഇതിനെ ഇപ്പം നമ്മൾ അടത്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പാവൽ നിൽപ്പുണ്ട്. ഇതൊക്കെ ഇനി എനിക്ക് അടത്തെടുക്കാനും തോന്നുന്നില്ല. കുഞ്ചനായിട്ട് നോക്കട്ടെ കേശുവിൻ്റെ എത്രയേ ഉള്ളൊരു കുഞ്ചൻ പാവയ്ക്കല്ലേ കേശു? ഓ, അത് മനസ്സിലായില്ലേ, ഇതിന്റെ മോനാണ് ഇത്. ഈ പാവയ്ക്കയുടെ മോനാണ് ഇതെന്നാണ് ഇവിടെ മിസ്റ്റർ ഗോവിന്ദനാഥ് പറഞ്ഞത്. അയ്യോ, ഈ പാവയ്ക്കൊക്കെ ഒരു പ്രശ്നമുള്ളതേ, അതിങ്ങനെ നമുക്കിങ്ങനെ വലിച്ചു പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റൂല. നല്ല ബലമാണ് കേട്ടോ അരഞ്ഞിട്ട്. നമ്മൾ വിചാരിക്കും പോലെ അല്ല. അതുകൊണ്ട് കത്രികയ്ക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും പാവയ്ക്ക കിട്ടി, പക്ഷെ ഇതൊക്കെ വാടിപ്പോയി. പൊട്ടിച്ച് കൈക്കും. ഭയങ്കര കയ്പാണ് പാവയ്ക്ക. പിന്നെ നമ്മൾ ഈ ചന്തയിൽ നിന്നൊക്കെ വാങ്ങണതൊക്കെ കുറച്ചിങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് അടത്തെടുത്ത് നിന്നിട്ട് ഫുള്ള് പോയി, പാവല് ഫുള്ള് പോയി. അവിടെ മൊത്തം ആ ഒരു സൈഡ് ഫുള്ള് കരിഞ്ഞ് കാണിച്ചു തരാം. ഇത്രയും പാവയ്ക്ക കിട്ടി, പക്ഷെ എന്ത് ചെയ്യാനായിട്ട് നല്ല വലുതാവുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.